CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷിനെ പുകഴ്ത്തിയുള്ള ദിവ്യ എസ് അയ്യരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് രാഷ്ട്രീയ രംഗത്തുണ്ടായത് വൻ ചലനങ്ങൾ. ദിവ്യയുടെ പ്രതികരണത്തിൽ വെട്ടിലായത് കോൺഗ്രസാണ്. ദിവ്യക്കെതിരെ നിശ്ചിത വിമർശനങ്ങളുമായി നേതാക്കൾ തന്നെ രംഗത്ത് വന്നതും ശ്രദ്ധേയമായി. അതേസമയം പ്രൊഫഷണൽ ടച്ചോടെയായിരുന്നു KK രാഗേഷിന്റെ പ്രതികരണം. അതായത് ഈ പിണറായിന്റെ പാദസേവ ചെയ്യുന്ന ചില സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, ചുരുക്കം ചിലർ. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു മഹതിയാണ് ഈ പോസ്റ്റിലിട്ടത്. അതിനെ ഞങ്ങൾ അത്രേ വില കൽപ്പിക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, സോപ്പിടുമ്പോൾ വല്ലാതെ പതപ്പിച്ചാൽ ഭാവിയിൽ ദോഷം ചെയ്യും, അത്രേ പറയുന്നു. ഡോക്ടർ ദിവ്യ എസ് അയ്യർക്കെതിരായ കെ മുരളീധരന്റെ ഈ കടുത്ത വിമർശനം വിവാദത്തെ മറ്റൊരു തലത്തിലേക്കാണ് എത്തിച്ചത്. കോൺഗ്രസ് നേതാവ് കൂടിയായ KS ശബരിനാഥിന്റെ ഭാര്യയാണ് ഡോക്ടർ ദിവ്യ എസ് അയ്യർ. പിണറായിയുടെ പാദസേവ ചെയ്യുന്ന ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് ഈ മഹതി എന്നായിരുന്നു കെ മുരളീധരന്റെ അധിക്ഷേപം. ഇതിന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷിന്റെ മറുപടി ഇങ്ങനെ: കെ കരുണാകരനും EK നായനാരും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു നാട് കണ്ടതാണ്. ശക്തമായിട്ടുള്ള രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുമ്പോഴും പരസ്പര ബഹുമാനവും പരസ്പര ബന്ധവും സൗഹൃദവും ഈ നേതാക്കൾ നിലനിർത്തിയിരുന്നു. അപ്പോൾ അദ്ദേഹം കെ മുരളീധരൻ ഒരു പാർലമെന്റ് അംഗമാണ്. അദ്ദേഹം സ്വയം ആലോചിക്കുക, ഇത്തരത്തിലുള്ള അധിക്ഷേപ വാക്കുകൾ പറയുന്നത് അദ്ദേഹത്തിന് ഭൂഷണമാണോ? മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നാണ് KK രാഗേഷ് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തിയത്. പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞപ്പോഴാണ് രാഗേഷിന്റെ കഠിനാധ്വാനത്തെയും സത്യസന്ധതയെയും പുകഴ്ത്തി ദിവ്യ എസ് അയ്യർ ഇൻസ്റ്റഗ്രാം പോസ്റ്റിട്ടത്. ഇതിനെ വിമർശിച്ച് യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനാണ് ആദ്യം രംഗത്ത് വന്നത്. പിന്നാലെ മറ്റു നേതാക്കളും ഇത് ഏറ്റെടുത്തു. താൻ പറഞ്ഞത് തന്റെ അനുഭവത്തിൽ നിന്നാണെന്ന് പറഞ്ഞ് ദിവ്യ എസ് അയ്യർ വീണ്ടും രംഗത്ത് വന്നത് കോൺഗ്രസ് നേതൃത്വത്തിന് കനത്ത ക്ഷീണമാവുകയും ചെയ്തു. ഈ കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് ഒരുപക്ഷെ ഏറ്റവും രൂക്ഷമായിട്ടുള്ള വാക്കുകളിലുള്ള വിമർശനവും അല്ലെങ്കിൽ കൈപ്പേറിയ ചില പ്രതികരണങ്ങളും ഒക്കെ എനിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് എന്തിനാണെന്നോ, ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ, ഉത്തമ ബോധ്യത്തിൽ, എൻ്റെ കാഴ്ചപ്പാടിലൂടെ ചില മനുഷ്യരിൽ ഞാൻ കണ്ടെത്തിയ നന്മ എന്താണ്, അവരിലെ ഗുണം എന്താണ് എന്നുള്ളത് ഞാൻ ലോകത്തിനോട് വിളിച്ചു പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ്. എത്ര വിചിത്രമായ ലോകമാണെന്ന് എനിക്ക് ചിലപ്പോൾ ചിന്തിക്കേണ്ടി വരുന്നുണ്ട്. ദിവ്യ എസ് അയ്യരുടെ ഈ പ്രതികരണങ്ങളെ ഭർത്താവായ KS ശബരിനാഥനും തള്ളി. ഒരു പ്രൊഫഷണൽ എന്ന നിലയിൽ സർക്കാരിന്റെ ഭാഗമായി ദിവ്യയ്ക്ക് നിൽക്കേണ്ടി വരും. എന്നാൽ പൊളിറ്റിക്കൽ പോസ്റ്റിലേക്ക് വന്നയാളെ പുകഴ്ത്തിയത് ശരിയായില്ലെന്നായിരുന്നു ശബരിനാഥന്റെ പ്രതികരണം. ദിവ്യ എസ് അയ്യർക്കെതിരെയാണ് യൂത്ത് കോൺഗ്രസിന്റെ വിമർശനങ്ങളെങ്കിലും അതിന്റെ മുന ശബരിനാഥനിലേക്കാണ് നീളുന്നത്. മുൻ മേയറും KPCC അംഗവുമായ അഡ്വക്കേറ്റ് ടിഒ മോഹനും ദിവ്യക്കെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തു വന്നു. ഒരു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളെ പ്രശംസാ കവചം കൊണ്ട് മൂടി നടത്തുന്ന അയ്യരുകളിയുടെ നിലവാരവും ഇപ്പോഴത്തെ IAS ഉദ്യോഗസ്ഥർ തമ്മിലുള്ള പോരും എല്ലാം ജനങ്ങൾ കാണുന്നുണ്ടെന്ന് ടിഒ മോഹനൻ ഫേസ്ബുക്കിൽ കുറിച്ചു. എന്നാൽ ഈ വിവാദങ്ങളെല്ലാം കത്തിക്കയറുമ്പോഴും തീർത്തും പ്രൊഫഷണലിസം നിറഞ്ഞ മറുപടിയാണ് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് നൽകിയത് എന്നതും ശ്രദ്ധേയമായി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.